ബോസ്, താങ്കൾ നേരത്തെ കൈ ഉയർത്തുന്നത് ഞാൻ കണ്ടിരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്ന്, ഈ ചർച്ചകളിൽ അങ്ങനെ ഒരു ഇടപെടലിനൊരു അവസരം ഉണ്ടാകുന്നതല്ല. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാതെ ഇടപെടുക എന്നുള്ളതാണ് അതിനെ ആ കൈ ഉയർത്തി കാണിക്കുന്ന ഉദ്ദേശം. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്കെന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ഞാൻ തർക്കിക്കത്തില്ല. അവർ മുന്നണിയാണല്ലോ ഇപ്പോൾ. എന്തായാലും ബി ജെ പിയുടെ മുന്നണി ചരിത്രത്തിലാദ്യമായിട്ടല്ല കേരളത്തിൽ ജയിക്കുന്നത്. കേരളത്തിൽ ഇതിനു മുമ്പും പിന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് എം പിമാരുണ്ടായിട്ടുണ്ട്. LDF-നെയും UDF-നെയും തോൽപ്പിച്ചുകൊണ്ട് ആയിട്ടാണ് പി സി തോമസ്. അല്ല, അതവർ പറയണം. അവർ അസ്വസ്ഥമാകുന്ന കണ്ടില്ലേ? നമ്മൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലോ, കൈ ഉയർത്തി കാണിച്ചതേ ഉള്ളൂ. അല്ലല്ല, അത് ഔചിത്യമല്ല. ഞാൻ കൈ ഉയർത്തി ആങ്കറോട് അനുവാദം ചോദിക്കുക മാത്രമാണ് ചെയ്തത്. അത് അനുവദിച്ചില്ല, ഞാൻ ഇടപെട്ടില്ല. അപ്പോൾ താങ്കൾ ആ മര്യാദ എന്നോട് കാണിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത്, BJP നേതൃത്വം നൽകുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് കേന്ദ്രമന്ത്രിയായ ആളാണ് കേരളത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ആളാണ് പി സി തോമസ്. അപ്പോൾ അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്നത് നിങ്ങൾ മുന്നണിയാണെങ്കിൽ ആ മുന്നണി ജയിച്ചില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഒന്ന്. പിന്നീട് എന്താ സ്ഥിതി? അദ്ദേഹം സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി ബഹുമുഖ പാർട്ടികളിൽ പോയി അവസാനം തിരിച്ച് മാതൃപ്രസ്ഥാനമായ കേരള കോൺഗ്രസിൽ വന്ന് UDF-ൻ്റെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടു. പല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. കണ്ടിട്ടുണ്ടല്ലോ കേരളം. പിന്നെ തിരുവനന്തപുരത്ത് നേമത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് ആളുകൾക്ക് പിന്നീട് അദ്ദേഹം മന്ത്രിയായി. അദ്ദേഹത്തോടൊരു റെസ്പെക്റ്റ് പബ്ലിക്കിനുണ്ട്. രാഷ്ട്രീയത്തിന് അപ്പുറം നിൽക്കുന്ന ആളാകുമ്പോഴും എനിക്കടക്കമുള്ള ആളുകൾക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ള ആളാണ് O രാജഗോപാൽ. അദ്ദേഹം നേമത്ത് ജയിച്ചു. അതൊരു നൈമിഷികമായ വികാരമാണ്, ആളുകൾക്കുണ്ടാകുന്നതാണ് ഒരു സോഫ്റ്റ് കോർണർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ, ആ ഘട്ടം കഴിഞ്ഞപ്പോൾ അതുണ്ടായി. പിന്നത്തെ സ്ഥിതി എന്താ? പിന്നീട് അവിടെ ജയിക്കാൻ കഴിഞ്ഞോ BJPക്ക്? ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇവർ BJP ആണെന്ന് പറഞ്ഞല്ലോ. BJP ആണ് ഇവിടെ ജയിച്ചതെന്ന് സുരേഷ് ഗോപിയെ കൊണ്ടൊന്ന് പറയിക്കാൻ പറ്റുമോ? പറഞ്ഞോ അദ്ദേഹം? NDA ആണ് ഇവിടെ ജയിച്ചതെന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധിക്ക് എന്തിനാണ് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നത്? K കരുണാകരൻ എന്തിനാണ് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നത്? ലൂർദ് മാതാവിനും ഗുരുവായൂരപ്പനും വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. സഖാവ് നയനാർക്ക് എന്തിനാ നന്ദി രേഖപ്പെടുത്തുന്നത്? നമ്മൾ പറയത്തില്ലേ, അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരെയും കണ്ടു തൊഴിൽ എന്നാൽ പിന്നെ രക്ഷസിനും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞത്. മനസ്സിലായി? അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറഞ്ഞാ കൊടുത്ത ഇന്റർവ്യൂ. ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടാണ് പറയുന്നത്. എന്നെ BJP ജയിപ്പിച്ചു, എന്നെ NDA ജയിപ്പിച്ചു, കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിച്ചു എന്ന് സുരേഷ് ഗോപി പറഞ്ഞില്ല. സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് അദ്ദേഹം പറഞ്ഞത് അരാഷ്ട്രീയവാദികളുടെ വോട്ട് കൊണ്ട് ഞാൻ ജയിച്ചു, രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ ജയിച്ചു. അത് പറഞ്ഞതിനർത്ഥം രാഷ്ട്രീയമല്ല എന്റെ വിജയം വ്യക്തിപരമാണെന്നാണ്. കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ ആരുടെ വോട്ടിലാണ് കുറവുണ്ടായിട്ടുള്ളത് എന്നൊക്കെയുള്ള ചോദ്യം, അതിനൊക്കെ താങ്കൾ തന്നെ മറുപടി പറയേണ്ടി വരും. ശ്രീ അനിൽ ബോസ്, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറയട്ടെ, ഞാൻ പ്രിന്റുവിലേക്ക് വരാം. അനിൽ ബോസ്, ഇപ്പൊ ഈ താങ്കൾ അരാഷ്ട്രീയവാദികൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഈ തൃശ്ശൂരിലെ വോട്ട് കണക്കൊക്കെ പരിശോധിക്കുമ്പോൾ ആരുടെ വോട്ടിലാണ് കുറവുണ്ടായിട്ടുള്ളത്, ആരുടെ വോട്ടാണ് സുരേഷ് ഗോപിക്ക് കൃത്യമായി പോയിട്ടുള്ളത് എന്നതിലൊക്കെ ഒരു ഉത്തരം താങ്കൾ തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും അത് പാർട്ടി പരിശോധിക്കും. UDF-ന്റെ ഭാഗത്തുനിന്ന് കുറവുണ്ടോ, കോൺഗ്രസിന്റെ കുറവുണ്ടോ, അത് ഞങ്ങൾ പരിശോധിക്കും. അതിനെന്താ തർക്കം? പരിശോധിച്ച് പൊതുസമൂഹത്തോട് ഞങ്ങൾ നിലപാട് പറയും. ഞങ്ങളുടെ പാളിച്ചകളുണ്ടെങ്കിൽ പറയും. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ LDF-ന്റെ കാര്യം പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞ എന്താ, LDF ആകട്ടെ UDF ആകട്ടെ, അതിൽപ്പെട്ട ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. O രാജഗോപാൽ വോട്ട് ചെയ്തല്ലോ നേമത്ത്, PC തോമസ് വോട്ട് ചെയ്തല്ലോ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വോട്ട് ചെയ്തില്ലേ? അതൊക്കെ ഒരു പ്രതിഭാസമാണ്, ഒരു സന്ദർഭത്തിലുണ്ടാകും. ഞാൻ പറയുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് ശ്രീ അനിൽ ബോസ്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്ത വിഷയമാണ് ഈ BJPക്ക് ഇക്കുറി അവർക്ക് വോട്ട് ശതമാനത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. അല്ലല്ല, ഞാൻ ഇതുകൂടി പറയാം. താങ്കൾ പറഞ്ഞതിന്റെ തുടർച്ചയായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഇപ്പോൾ ഈ V മുരളീധരനെ പോലെയുള്ളവർ, ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവരുടെയൊക്കെ വോട്ട്, എത്ര വോട്ടാണ് അവർ പിടിച്ചിട്ടുള്ളതെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, അതുപോലെ മറ്റ് പല ഇടങ്ങളിലും നമ്മൾ പരിശോധിച്ചാൽ വ്യാപകമായ തോതിൽ അവർ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, വോട്ട് വിഹിതം എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. അപ്പോൾ അവിടെയാണ് പ്രിന്റ് പറഞ്ഞത്, ഈ പറയുന്ന അദ്ദേഹം കേരളത്തിൽ മോദി വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ കേരളത്തിൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് ഒരു പരിധിവരെ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. അനിൽ ബോസ്.
അനുജ സമയം തരുവാണെങ്കിൽ ഞാൻ കണക്ക് പറയൂ അവതരിപ്പിക്കാം. പറയൂ. സമയം തന്നാൽ മതി. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ കണക്ക് അവതരിപ്പിക്കാം. ഞങ്ങൾക്ക് വോട്ട് വിഹിതം കുറഞ്ഞെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? നിങ്ങൾ പറഞ്ഞല്ലോ തൃശ്ശൂർ ഞങ്ങളുടെ വോട്ട്. അല്ലല്ല, ഒരു സെക്കൻഡ്, അത് ശരിയല്ല, അത് ശരിയായ നടപടിയല്ല. ഞാൻ സംസാരിക്കാൻ മുഴുവൻ കയറി ഇൻ്റർഫിയർ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ കേട്ടിരിക്കുകയല്ലേ നിങ്ങളെല്ലാവരും പറയുമ്പോൾ. ഇവിടെ തൃശ്ശൂരിൽ ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പരിശോധിക്കുമെന്ന് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രതിനിധി എന്നുള്ളതിലേ ഞാൻ പറഞ്ഞു. പക്ഷേ UDF LDF വോട്ട് മാറിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ ചർച്ച പറഞ്ഞു മാറിയിട്ടുണ്ടാവും, മാറിയിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല, രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു തലം. ഇത് പറയേണ്ടതാരാ? ഞാനാണോ പറയേണ്ടത്? മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥി പറയുകയാണ് അരാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടാവും. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, കോടീശ്വരൻ പോലുള്ള പ്രോഗ്രാം അവതരിപ്പിച്ച ആളാണ്, അത്യാവശ്യം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്. ഞങ്ങൾക്ക് വ്യക്തിപരമായ ശത്രുതയില്ലെന്നേ. നിങ്ങൾ സുരേഷ് ഗോപിയെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ മുഴുവൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്തും വന്ന് കോൺഗ്രസ് നേതൃയോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചിട്ടുള്ളൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ കൊല്ലത്ത് മത്സരിക്കാനിരുന്ന ആളാണ് സുരേഷ് ഗോപി. അതിനുമുമ്പ് കോളേജിൽ SFIയുടെ നേതാവായിരുന്ന ആളാണ്. അതിനുശേഷം നയനാരുമായി ഏറ്റവും നല്ല സൗഹൃദം ഉണ്ടാവുകയും അദ്ദേഹം CPM സ്ഥാനാർത്ഥിയാകും എന്ന് കേരളം ചർച്ച ചെയ്തിട്ടുള്ള അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ അനിൽ ബോസ്? ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾക്കറിയാമല്ലോ അദ്ദേഹം ഏത് പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഒരു സെക്കൻഡ്, എനിക്കിനി സമയം വേണ്ട, എനിക്കിനി സമയം. അല്ല, ഈ പറഞ്ഞതിന് ഇടയ്ക്ക് നമുക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയണ്ടേ? അല്ലാതെ ഒരു വെറും ഇടപെടലല്ല. ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് പരിപാടി പങ്കെടുത്തിട്ടുള്ള ആളാ. അല്ലല്ല, തെറ്റല്ല. അനുജയ്ക്ക് അറിയാമേലെ അറിയാവുന്ന അഭിപ്രായം പറയാവുള്ളൂ. ഞാൻ ഉത്തരവാദിത്വപൂർവ്വം പറയുന്നു, കേരളത്തിലെ മുഴുവൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനങ്ങളിലും കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുത്ത ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ശ്രീ K കരുണാകരന്റെ ആശീർവാദത്തോടുകൂടി പാർട്ടിയിൽ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. അതല്ല ഞാൻ ചോദിച്ച അനിൽ ബോസ്, അത് പഴയ കാര്യമാണെന്ന്. അത് എത്ര കാലം മുൻപുള്ള കാര്യമാണ് താങ്കൾ പറയുന്നത്? അനിൽ ബോസ്, താങ്കൾ ദയവേന്ന് കേൾക്കൂ. അല്ലാതെ അദ്ദേഹം പഴയ കാര്യം നമ്മളിപ്പോ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഏത് പ്രസ്ഥാനത്തോടൊപ്പം നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? അദ്ദേഹം MP ആയിരുന്നല്ലോ. അതൊക്കെ K കരുണാകരന്റെ ആശീർവാദത്തോടെയാണോ? അതിന് ഞാൻ എതിര് പറഞ്ഞില്ലല്ലോ അനുജ. ഞാൻ അതിന് ദുർവ്യാഖ്യാനം ചെയ്തില്ല. അദ്ദേഹം ഇടതിൻ്റെയും വലതിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയും ഭാഗമായിരുന്ന ആളാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം BJP അവസരം അവർക്ക് അത് ഓപ്പർച്യൂണിറ്റി കൊടുത്തു. ആ ഓപ്പർച്യൂണിറ്റി കിട്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു. വ്യക്തിപരമായി അദ്ദേഹത്തോട് ഒരു വിരോധവുമില്ല. അദ്ദേഹം ആ പ്രവൃത്തി ചെയ്യുന്നതിൽ നന്മയുണ്ട് എന്ന് തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ കൊള്ളാം എന്ന് തോന്നുന്നത് കൊണ്ട് രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ജയിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നില്ല ഞാൻ BJP ആയിട്ടാണ് ജയിച്ചതെന്ന്. അദ്ദേഹം പറയുന്നില്ല ഞാൻ ND ആയിട്ടാണ് ജയിച്ചതെന്ന്. അദ്ദേഹത്തിനോട് വ്യക്തിപരമായ സ്നേഹമുള്ള ആളുകൾ, അരാഷ്ട്രീയവാദികൾ അടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്തു. അദ്ദേഹം നന്ദി പറയുമ്പോഴും ഇന്ദിരാഗാന്ധിക്കും കരുണാകരനും നയനാർക്കും നന്ദി പറയുന്നു. മനസ്സിലായില്ലേ? കാരണം അദ്ദേഹം സ്നേഹിച്ചിട്ടുള്ള നേതാക്കളുടെ പേര് അദ്ദേഹം പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഞാനതിനെ പോസിറ്റീവായിട്ടാണെന്നേ കാണുന്നത്. ഞാൻ പറഞ്ഞത് ഇവർ പറയുന്നത് പോലെ BJP എന്തോ അട്ടിമറിച്ചു എന്ന് വേണ്ട. BJPയുടെ ബേസ് വോട്ടോ BJPയുടെ മുന്നണി വോട്ടോ ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം ജയിച്ചത് അരാഷ്ട്രീയവാദികളുടെ വോട്ട് കൊണ്ടാണെന്ന് പറയുമ്പോഴും അദ്ദേഹം നന്ദി പറയുമ്പോൾ, ഇന്ദിരാഗാന്ധി അടക്കമുള്ളവരെ ഓർക്കുമ്പോൾ അദ്ദേഹം വന്ന വഴി മറന്നിട്ടില്ലാന്നേ. എനിക്ക് അതിന് തർക്കമില്ലാന്ന്. പക്ഷെ ഇതുകൊണ്ട് ആദ്യമായിട്ടാണ് കേരളത്തിൽ BJP ജയിച്ചതും BJP മുന്നണി ജയിച്ചതെന്നൊക്കെ BJPയുടെ പ്രതിനിധി വന്ന് പറയുമ്പോൾ അദ്ദേഹം അറിയണം ഈ മുന്നണി ഇതിനു മുമ്പ് ഇവിടെ ജയിച്ചിട്ടുണ്ട്. അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിട്ടേ കാണുന്നുള്ളൂ. ഞങ്ങളുടെ മുന്നണിക്ക് പാളിച്ച ഉണ്ടെങ്കിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കും.